സലാം ജോറ് മടക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഞങ്ങളുടെ കൂടെ എനിക്കത്തെ ഈ സംഭ്രമം അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ദുനിയാവിലും ആഖിറത്തിൽ ഉപകാരം കിട്ടണിക്കത്തെ സ്വാലിയായ സൽക്കർമ്മമായിട്ട് അല്ലാഹു തആല നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. പ്രത്യേകിച്ചിട്ട് ഇൻഷാ അല്ലാഹ് ഞങ്ങളെ ഈ സ്റ്റേജിൽ വലിയ വ്യക്തികളും അതേപോലെ തന്നെ ആലിമീങ്ങളും എൻ്റെ മുന്നിലുള്ള എനിക്കത്തെ സഹോദര, എൻ്റെ ശബ്ദം കേൾക്കുന്ന എനിക്കത്തെ സഹോദരിമാർ ഇൻഷാ അല്ലാഹ് ഈ സംരംഭത്തിൽ ഒരുമിച്ച് കൂടിയത് ഞങ്ങൾ കൂടി എനിക്കത്തെ സമ്മേളന മർഹൂം ഹാജി അബൂബക്കർ ആ മഹാന്റെ അനുസ്മരണയായിട്ട് ഞങ്ങൾ കൂടി എനിക്കത്തെ ഈ ഒരു സംരംഭം അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ആ മഹാന്റെ ഹളറത്തിലേക്ക് ഞങ്ങളുടെ കൂടി എനിക്കത്തെ എല്ലാ സ്വാലിയായ സൽക്കർമ്മ അല്ലാഹു തആല അദ്ദേഹത്തെ ഹളറത്തിലേക്ക് അല്ലാഹു തആല എത്തിച്ചു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തആല അങ്ങനെ കൂടെ ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ എത്രയോ ആൾമാരുള്ളവരോ, ഞങ്ങളെ ഉമ്മ ബാപ്പ, ഞങ്ങളെ പെഞ്ഞായിമാർ, ഞങ്ങളെ സഹോദര സഹോദരിമാർ, ഞങ്ങളെ ചെങ്ങായിമാർ, ഞങ്ങളെ നരകരടങ്ങ എല്ലാവരെയും അല്ലാഹു തആല മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊട്ടിಗೆ നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുകയുള്ള എനിക്ക് തൗഫീക്ക് അല്ലാഹു തആല ഇതിരെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു തആല തൗഫീക്ക് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ ചമ്മന്ത് പ്രസംഗിക്കാൻ ഉദ്ദേശിക്കില്ല ഇൻഷാ അല്ലാഹ്. അതുക്കുള്ള ഒരു വ്യക്തിയും ഞാനല്ല. മാഷാ അല്ലാഹ് ഞങ്ങളെ കുടുംബത്തെ എതിർലോ വെച്ചിട്ട് ഞങ്ങൾ എത്ര സ്പീച്ചാക്കിക്കും, ഞങ്ങളെ ജമാഅത്തിൽ അല്ലെങ്കിൽ പറായത്ത് പോയിട്ട് എത്ര സ്പീച്ചാക്കിങ്ങും ഞങ്ങളെ റായത്തിൽ ഞങ്ങളെ കുടുംബത്തങ്ങളെ എതിർൽ വെച്ചിട്ട് ഒരു പ്രസംഗിക്കുമ്പോഴത്തേക്കും അതിലൊരു സ്വാദ് ഒരു കുസിയെ ബേരായിട്ടിക്കട്. മാഷാ അല്ലാഹ് സുബൈക്ക് ഒലിമ്പോ ഗಂಟೆ തുടങ്ങി നിൽക്കത്തെ ഈ പ്രോഗ്രാമു ഇൻഷാ അല്ലാഹ് ഇനി കേവല ഒരു സമയമായിട്ട് മാത്രമായിട്ടിക്കട് 5 ಗಂಟೆಗೆ ഇൻഷാ അല്ലാഹ് ഞങ്ങളെ പ്രോഗ്രാം ഇവിടെ ക്ലോസ് ആവുകയുണ്ടു. അല്ലാഹു ഇതേപോലെ ഒത്തൊരുമേൽ ചന്തത്തിൽ ഒగ్గട്ടിലായിട്ട് നല്ല നല്ല പ്രവർത്തന ആക്കിയിട്ട് മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പാട്ടിയതുപോലെ ഞങ്ങളെ ആ ജീവനത്തിൽ കൊണ്ടുവരുകയോ അല്ലാഹു തആല ഞങ്ങൾക്ക് എല്ലാവർക്കും അല്ലാഹു തആല തൗഫീക്ക് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. കുടുംബത്തെ ബഗ്ಗೆಲ್ಲ പ്രസംഗിക്കുകയെ ഒരു നാണയകേടായിട്ടുണ്ടോ? കുടുംബത്തെ മഹത്വത്തെ കുറിച്ചിട്ട് അതിനെ വിശദീകരിക്കുകയോ? കാരണ ನಾನು ಹರದ ಅಲ್ಲ ಚೊಲ್ಲೋ ಕಾರಣ ഇപ്പം ನಾನು നിങ്ങളെത്തുള്ള സ്പീച്ചാക്കോ ബന്നിട്ട് കണ്ടെങ്കും ചില ആൾമാരിൽ മനസ്സിൽ കേൾക്കോറു അയാൾ എത്ര കുടുംബ സന്ദർശനാക്കോ പോയിട്, എത്ര ആളെ കാണുക പോയിടുണ്ട്. അപ്പം നിങ്ങളുടെ എന്നൊക്കെ ചൊല്ലുകൊള്ളേ ഇത് കേവല നിങ്ങൾക്ക് മാത്രമല്ല, ಫಸ್ಟಿಗೆ നിങ്ങൾക്ക് ಚೊಳ್ಳೆ ಕಾಟಿ ಮುನ್ನೋಲು ನನ್ನ ಸ್ವಂತ ಶರೀರತ್ತಿಗೆ ನಾನು ಉಪದೇಶ ಹಾಕಿಕೊಂಡು ಚೊಲ್ಲುಂಟುಳ್ಳ ಕಾರಣ ಲೋಕ ಪ್ರವಾಚಕನ್ ಅಶ್ರಫುಲ್ ಖಲ್ಕ್ ನಬಿಯುನಾ ರಸೂಲುಲ್ಲಾಹಿ, ಲೋಕ ಪ್ರವಾಚಕನ್ ಅಶ್ರಫುಲ್ ಖಲ್ಕ್ ನಬಿಯುನಾ ರಸೂಲುಲ್ಲಾಹಿ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഒരു ഹദീസിൽ ഞങ്ങൾ പഠിപ്പാട്ടി തണ്ട് ഞങ്ങൾ വലിയ ഇൽമ പഠിച്ചങ്ങായിട്ടിക്കൂ, ഞങ്ങൾ വലിയ നിസ്കാരകാര നിസ്കരിക്കിടങ്ങ ആൽമാരായിട്ടിക്കൂ, ഞങ്ങൾ വലിയ ഖുർആൻ ഓതുന്ന ആൽമാരായിട്ടിക്കൂ, ഞങ്ങൾ നല്ല നോമ്പ് പിടിക്കുന്ന ആൽമാരായിട്ടിക്കൂ, ഞങ്ങൾ നല്ല സ്വതക്ക കൊടുക്കുന്ന ആൽമാരായിട്ടിക്കൂ. ലോകപ്രവാചകൻ അഷ്റഫുൽ ഖൽഖ് നബിയുനാ റസൂലുള്ളാഹി, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലു, ഞങ്ങൾ എത്ര വലിയ നിസ്കാരക്കാരാണെങ്കിലും ഞങ്ങൾ വലിയ നോമ്പ് പിടിക്കുന്ന ആൾമാരായിട്ടിന്നെങ്കും ഞങ്ങൾ നല്ല നല്ല സൽക്കർമ്മ ആയിട്ടിന്നെങ്കും അല്ലാഹുവിൻ്റെ റസൂൽ മുഹമ്മദ് റസൂലുള്ളാഹ് നബി തങ്ങൾ ചൊല്ലു, ലാ തദ്ഖുലൂ ജന്നത സുലത്തുർ റഹീം,
കുടുംബബന്ധ മുറിക്കിട ആൾമാറ് കുടുംബബന്ധ ആൾമാറ് കുടുംബബന്ധത്തെ മുറിക്കിട ആൾമാറ് കുടുംബ സന്ദർശന ആക്കാത്ത ആൾമാറ് കുടുംബത്തങ്ങളെ കഷ്ടത്തിക്കിടാനായിട്ട് നോക്കാത്ത ആൾമാറ് കുടുംബത്തങ്ങളെ സന്തോഷത്തിക്കിടാനായിട്ട് പോയിട്ട് കൂടാത്ത ആൾമാറ് കുടുംബത്തങ്ങളെ എല്ലാ താണും തണലുകിടാനായിട്ട് പോവാണ്ട് സഹായിക്കാത്ത ആൾമാരെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലു അവന് എത്ര വലിയ നിസ്കരിച്ചിട്ടുണ്ടെങ്കിലും നോമ്പ് പിടിച്ചിട്ടുണ്ടെങ്കിലും സദഖ കൊടുത്തിട്ടുണ്ടെങ്കിലും അവനെ പറ്റിയിട്ട് നബി തങ്ങൾ ചൊല്ലു അവൻ സ്വർഗത്തിന്റെ അർഹത വ്യക്തിയല്ല എന്ന് റസൂലുള്ളാഹ്. അപ്പൊ നന്റെ സ്വന്തം ശരീരത്തിക്ക് നിങ്ങളൊട്ടിಗೆ ഞങ്ങൾ കൂടി ആലോചന കിരണക്കത്തെ വിഷയായിട്ടിക്കട്. കാരണം ഞങ്ങൾ എത്ര ഞങ്ങളെ ഉപ്പ ഞങ്ങളെ ബാപ്പ ഞങ്ങളെ ബാപ്പാടെ ബാപ്പ ഞങ്ങളെ കുടുംബം ഞങ്ങളെ ഉമ്മ ഞങ്ങളെ ഉമ്മാടെ ഇലമൂത്ത് ഞങ്ങളെ കാക്ക ഞങ്ങളെ കാക്കയുടെ ഇലമൂത്ത് ഞങ്ങളെ അങ്ങനെ ഞങ്ങളെ പെങ്ങള് എത്ര ആൽമാറുള്ളൊരു ഓടോടെ റായത്തിലുള്ളൊരു എത്ര ആൽമാർ അതാ ഞങ്ങളെ റായത്തിൽ നിന്ന് പോയ ആൽമാറുള്ളൊരു എന്തെല്ലാം കഷ്ടത്തിലുള്ളൊരു എന്തെല്ലാം ബേജാറിലുള്ളൊരു എന്തെല്ലാം പ്രയാസത്തിലുള്ളൊരു. കാരണം നാ ചൊന്ന ഹദീസ് അങ്ങനെ കഷ്ടത്തിന് ബേനായിട്ട് ഞങ്ങൾ സ്വന്തനാക്കില്ലുണ്ട് കണ്ടെങ്കിൽ അങ്ങനെ പ്രയാസത്തിന് ഞങ്ങൾ സഹായമായിട്ട് നിന്നില്ലുണ്ട് കണ്ടെങ്കിൽ അങ്ങനെ ബേനായിട്ടുള്ള സൗകര്യം ഞങ്ങൾ ആക്കി കൊടുത്തില്ലുണ്ട് കണ്ടെങ്കിൽ കാരണം അല്ലാഹു തആല ചൊല്ലൂടോ അങ്ങനെ കുടുംബത്തിന് ബേനായിട്ട് ഞങ്ങൾ സഹായ പരസ്പരം സഹകരിച്ചിട്ടില്ലെങ്കിൽ അങ്ങനെ പുറത്ത് ഞങ്ങൾക്ക് കിട്ടില്ലുണ്ട് കണ്ടെങ്കിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഞങ്ങളെ എന്ത് സൽമത്തും അല്ലാഹു തആല സ്വീകരിക്കില്ലാണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലു. അപ്പൊ ഈ സന്ദർഭത്തിൽ നാണ് നിങ്ങൾട്ടിಗೆ ഓർമ്മപ്പെടുത്തുകല്ലേ നടക്കാം അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഞങ്ങൾ ഇവിടെ വന്നിട്ട് കൂടിയ സുബൈക്ക് ഒലിമ്പ ഗಂಟೆಗೆ ആ മഹാന്റെ ആ മുത്തുനബി തങ്ങളുടെ പേരിൽ ഫാത്തിഹ ഓതിട്ട് ബദരീങ്ങളെ പേരിൽ ഫാത്തിഹ ഓതിട്ട് മഹാനായ അബൂബക്കർ ആ മഹാന്റെ മുൻനിർത്തിയിട്ട് ഞങ്ങളുടെ ഫാത്തിഹ ഓതിട്ട് ഇവിടെ ദ്വാരനിറമാ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഞങ്ങളുടെ ബന്ധനക്കത്തെ എല്ലാ ചെറിയതും വലിയതുമായ എല്ലാ കുടുംബത്തിൽ ബന്ധനക്കത്തെ ആ ചെറിയ പ്രശ്നം അല്ലാഹു തആല ഞങ്ങൾക്കെല്ലാം മാഫു അല്ലാഹു തആല ആക്കി തന്ന് അനുഗ്രഹിക്കട്ടുണ്ട്. ഈ സന്ദർഭത്തിൽ നാം ഓർമ്മപ്പെടുത്തിയിട്ടുള്ള നിങ്ങളുടെ നാണ് പ്രത്യേകിച്ചിട്ട് നാണ് ക്ഷമ കേട്ടിട്ടുള്ള കാരണം വേണ്ടതുപോലെ കുടുംബ സന്ദർശനം ആക്കുകയും നക്ക് അങ്ങനത്തുള്ള ഒരു അവകാശ ചിലപ്പോൾ അറിഞ്ഞിട്ടാ ഗുന്തിന്നിട്ടാ ഭീണമായ പോലെ അല്ല കരുതി കൂട്ടിട്ടാ വന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഞാൻ എല്ലാവരുടെ ക്ഷമ കേട്ടിട്ടുള്ള കാരണം ഞങ്ങൾക്ക് മരിക്കുകൊണ്ടു ഞങ്ങൾക്ക് കബറിൽ കിടക്കുകൊണ്ട് ഞങ്ങൾക്ക് മത്സരക്ക് പോണുകൊണ്ട് സിറാത്ത് പാല വിട്ട് കിടക്കുകൊണ്ട് നല്ലതും വടക്ക് കൂടെ നിൽക്കത്തവരോ അതാ തിറാസുണ്ട് അവിടെല്ലാം ഞങ്ങൾക്ക് പോയിട്ട് വിജയ കിട്ടുന്നുണ്ട് കണ്ടെങ്കിൽ ഇങ്ങനത്തെ കുടുംബത്തെ ആൾമാർക്ക് ബേനായിട്ടുള്ള സഹായ അങ്ങനെ ബേനായിട്ടുള്ള എനിക്കത്തെ ഒരു സമാധാന ഞങ്ങൾ ആക്കില്ലട്ട് കണ്ടെങ്കിൽ തീർച്ചയായിട്ടും നബി തങ്ങൾ ചൊല്ലു അവന് സ്വർഗത്തേക്ക് പോവേയില്ല. എത്രത്തോളം ചൊന്നെങ്കിൽ അവൻ സ്വർഗത്തെ വാസന പോലും അവൻ അടിച്ചു വീശുകയില്ല എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അന്ന റജുലൻ അതാ ഒരു പുരുഷൻ വന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ വന്നിട്ട് കേടുത്ത് യാ റസൂലല്ലാഹ് അഖ്ബിർനി ബിഅമലിൻ യുദ്ഖിലുനിൽ ജന്ന. ഓ അല്ലാഹുവിന്റെ റസൂലേ അതാ നക്ക് നല്ല ഒരു അമലിനെ നിങ്ങൾ പഠിപ്പാട്ടി തന്നു നബിയേ. അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ ഒരു മനുഷ്യ വന്നിട്ട് കേക്കട് ഓ നബിയേ അഖ്ബിർനി ബിഅമലിൻ നക്ക് ഒരു നല്ല ഒരു അമലിനെ പഠിപ്പാട്ടി തന്നു നബിയേ. നല്ല ഒരു സൽക്കർമ്മത്തെ നക്ക് പഠിപ്പാട്ടി തന്നോട്ട് ചെന്നപ്പോ അതാ ഈ മനുഷ്യ ചൊല്ലു എങ്ങത്തെ അമൽ കൊണ്ടുണ്ട യുദ്ഖിലുനിൽ ജന്ന. ആ അമൽ കൊണ്ടിട്ട് നക്ക് സ്വർഗത്തേക്ക് പോണു നബിയേ. അങ്ങനത്തെ ഒരു നല്ല അമൽ നക്ക് പഠിപ്പാട്ടി തന്നോട്ട് ഒരു മനുഷ്യ വന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ വന്നിട്ട് ചൊന്നപ്പോ മാത്രമല്ല സ്വർഗത്തേക്ക് പോകണം മാത്രമല്ല നക്ക് നരകത്തേക്ക് പോവാട്ടിക്ക് എനിക്കത്തെ സ്വർഗത്തേക്ക് പോകേണ്ട എനിക്കത്തെ ഒരു നല്ല ഒരു അമല പഠിപ്പാട്ടി തന്നോട്ട് ചൊന്നപ്പോ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊന്ന പലക്ക അന്തൽബുദല്ലാഹ്
നീ അള്ളാഹുവേനായിട്ട് ഇബാദത്തെടുക്കണോ, നീ അള്ളാടെ എപ്പോഴും ആരാധിച്ചോണ്ട് വേണോ, അള്ളാഹു ഉസ്താദ് എന്ന് പഠിച്ചതുപോലെ നീ തഖ്വ ചെയ്തോണ്ട് വേണോ, അള്ളാഹുവിനെ നീ ഇബാദത്ത് ചെയ്യണു. രണ്ടാമതായിട്ട് നബി തങ്ങൾ ചൊല്ലു, 5 നേര നിസ്കാരത്തെ നീ നിലനിർത്തണോ. സ്വർഗത്ത് പോകണ്ടണിക്കത്തെ ഒരു സ്വാലിയായ സൽക്കർമ്മ ഒരു മനുഷ്യ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചൊന്ന പലക്ക നക്ക് സ്വർഗത്ത് പോകണ്ടണിക്കത്തെ ഒരു സ്വാലിയായ സൽക്കർമ്മ പടിപ്പാട്ട് തരണോട്ട് നബിയെ ചൊന്നപ്പ നബി തങ്ങ പടിപ്പാട്ടി കൊടുത്തണിക്കത്തെ വിഷയായിട്ട് അള്ളാഹുടെ നീ ഇബാദത്ത് എടുക്കണോ. മാത്രമല്ല നബി തങ്ങ ചൊല്ലു, 5 നേരം നിസ്കാരത്തെ നീ നിലനിർത്തണോ. ഇത് വലിയ വിഷയായിട്ടിക്കട്, ഇത് വലിയ വിഷയായിട്ടിക്കട്. കാരണം സ്വർഗത്തുക്ക് പോണ്ടണിക്കത്തെ താക്കോലുണ്ട് നബി തങ്ങ ചൊന്നു, സ്വർഗത്തുക്ക് പോണ്ടണിക്കത്തെ ചാവി അത് നിസ്കാരായിട്ടിക്കട്. അപ്പൊ സ്വർഗത്തുക്ക് പോണ്ടണിക്കത്തെ ചാവി ഞങ്ങൾ ഇല്ലെങ്കിൽ അത് ഏത് സൽക്കർമ്മ ചെയ്തിട്ടും ഞങ്ങൾ സ്വർഗത്തുക്ക് പോകണമെങ്കിൽ സാധ്യമില്ലാണ്ട് ഈ ഹദീസ് ഞങ്ങൾക്ക് പഠിപ്പാട്ടിട്ടുണ്ട്. അങ്ങനെ മൂന്നാമതായിട്ട് നബി തങ്ങ ചൊല്ലുടോ, അതാ അതാ സക്കാത്ത് നീ കൊടുത്തു വീടണോ. നിന്റെ കയ്യിൽ സമ്പത്തുണ്ടാ, നീ സക്കാത്ത് കൊടുക്കണക്കത്തെ പൈസ നിന്റെ ഉണ്ടാ, നീ അതനുസരിച്ചിട്ട് സക്കാത്ത് കൊടുക്കണോ. അപ്പൊ സക്കാത്ത് ആര് കൊടുക്കണോ, അത് എങ്ങനെ കൊടുക്കണോ, ഇൻഷാ അല്ലാഹ് അത് ചൊല്ലണിക്കത്തെ ഒരു സമയവും കൂടെ ഇല്ല. അത് വിശദമായിട്ട് പ്രത്യേകിച്ചിട്ട് കുടുംബത്തെ ആൾമാറ്, കുടുംബത്തിലുള്ള കഷ്ടത്തെ ആൾമാർക്ക് നോക്കിയിട്ട് കൊടുത്തിട്ട് കണ്ടെങ്കിൽ അതൊരു കൂലി അള്ളാഹുവിന്റെ റസൂൽ ചൊല്ലു, അത് വലിയ കൂലിയുള്ള വിഷയമായിട്ട് ഞങ്ങൾ ബാക്കിയുള്ള ആൾമാർ കൊടുക്കണക്കത്തെ സ്വതക്കാടെ കാട്ടി ഏറ്റവും ഫവറുള്ളത് ഞങ്ങളെ കുടുംബത്തെ ആൾമാർക്ക് കൊടുക്കണക്കത്തെ കൂലി അത് വലിയ കൂലിയായിട്ട് ലാസ്റ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ചൊല്ലു, വതസിലുർ റഹിം, നിന്റെ കുടുംബ ബന്ധത്തെ നീ ചേർക്കണോ. കുടുംബ ബന്ധത്തെ നീ ചേർത്തിട്ട് കണ്ടെങ്കിൽ നിക്ക് സ്വർഗത്തുക്ക് സുലഭമായിട്ട് നാളെ നിക്ക് പോകാണ്ട്. ആര് ചൊന്നേ, ലോകപ്രവാചകൻ അഷ്റഫുൽ ഖൽഖ് നബിയുനാ റസൂലുള്ളാഹി. അപ്പൊ അതൊരു ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഒരു മൂമിനായ മനുഷ്യ അതാ എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടിയിട്ട് ഞങ്ങൾ എത്രയോ ആൾമാർ ഞങ്ങൾ ഗുന്തില്ല ഞങ്ങൾ ഗുന്തിങ്ങ ഇവിടെല്ലാം ഒരുമിച്ച് കൂടിയിട്ട് ഇന്നത്തെ നാളിൽ ഞങ്ങൾ വന്നിട്ട് ഒരുമിച്ച് കൂടിയിടാമ. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഇതിന്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു തആല സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടണിക്കത്തെ തൗഫീക്ക് അള്ളാഹു തആല തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു ഹദീസ് ചെന്നിട്ട് മാത്രം ഇൻഷാ അല്ലാഹ് എൻ്റെ പലക്കത്തെ നിപ്പാട്ടിയുണ്ടല്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹദീസിൽ പിന്നൊരു ഹദീസിൽ ഞങ്ങൾ പഠിപ്പാട്ടി തണ്ട്. അതായത് നിങ്ങളെ കുടുംബത്തെ നിങ്ങൾ തേടിയിട്ട് നടക്കണോ, നിങ്ങളെ കുടുംബത്തെ നിങ്ങൾ എന്താക്കണോ, തേടിയിട്ട് നിങ്ങൾ നടക്കണോട്ട്. നിങ്ങളെ കുടുംബ ഓടെല്ലാം ഉണ്ടോട്ടോ അങ്ങനെ നിങ്ങൾ കണ്ടുപിടിക്കണോട്ട്. മുഹമ്മദുർ റസൂലുള്ളാഹി മാഷാ അല്ലാഹ്. പേരെടുത്ത് ചെന്നനിക്കത്തെ വ്യക്തികളല്ല, നല്ല നല്ല ആൾമാരുള്ളവരോ അങ്ങല്ല നിങ്ങളെ അഫ്വത്തെ ആൾമാർ ഓടെല്ലാം ഉള്ളവരോ അങ്ങനെല്ല തേടി പിടിച്ചിട്ട് കണ്ടുപിടിച്ചിട്ട് ഞങ്ങളെ റായത്തിൽ ഫെബ്രുവരി 16 മാഷാ അല്ലാഹ് ഞങ്ങളെ റായത്തിൽ നടക്കണക്കത്തെ ആ സംരംഭത്തിൽ നിങ്ങൾ വന്നിട്ട് കൂടണോ ചെന്നിട്ടോ എല്ലാവരും ആകാകെ പോയിട്ട് വിളിച്ചിട്ട് ഞങ്ങളെ പേരെടുത്തിട്ട് ചൊല്ലണക്കത്തെ വ്യക്തിക ഞങ്ങളെ കൂട്ടത്തിലുള്ളവരോ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അങ്ങക്ക് ഇനിയും ദീർഘായുസ്സും ആഫിയത്ത് അല്ലാഹു തആല പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു തആല അങ്ങനെ നേതൃത്വം മരിക്കുന്നത് വരെ അല്ലാഹു തആല നിലനിർത്തി തന്ന അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു അങ്ങനെ ബർക്കത്ത് കൊണ്ട് അങ്ങനെ പോയ എനിക്കത്തെ റൂട്ടുള്ളൂ ഞങ്ങൾക്കും പോകണില്ല എനിക്കത്തെ തൗഫീക്ക് അല്ലാഹു തആല തന്ന അനുഗ്രഹിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നു, നിങ്ങളെ കുടുംബത്തെ നിങ്ങളെ തേടി പിടിക്കണുണ്ട. നിങ്ങളെ കുടുംബ ഓടെല്ലാം ഉണ്ടോ ആ കുടുംബത്തെ നിങ്ങൾ മുട്ടാക്കുക നോക്കണോ, കണ്ടുപിടിക്കുക നോക്കണോട്ട് ഹദീസായി ചെന്നിട്ടുള്ളേ. അങ്ങനെ നിങ്ങൾ കണ്ടുപിടിക്കുക നിങ്ങൾ പ്രയത്നം ആക്കണോ. അങ്ങ് ഓടെല്ലാം ഉള്ളവരോ നിന്റെ ബാപ്പ, നിന്റെ എലമൂത്ത്, നിങ്ങളെ പെഞ്ഞായിയുടെ കുടുംബ, അതേപോലെ തന്നെ നിങ്ങളുടെ ഉമ്മയുടെ എലമൂത്ത് അങ്ങനെ ഓടെല്ലാം ഉള്ളവരോ അങ്ങനെ ഗുർത്താർത്ഥലാക്കിയിട്ട് അങ്ങനെ നിങ്ങൾ കണ്ടുപിടിക്കുക നോക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലു എന്തിനേക്ക് വേനായിട്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുടോ അത് എന്തിനേക്ക് കൊണ്ടുണ്ട നിങ്ങളെ സമ്പത്തിൽ ബർക്കത്ത് വേനായിട്ട്. നിങ്ങളെ സമ്പത്തിൽ ബർക്കത്ത് കിട്ടണ, നിങ്ങളെ ആയുസിൽ ബർക്കത്ത് കിട്ടണ, നിങ്ങൾ തിന്നിടനിക്കത്തെ റിസ്ക്കിൽ നിങ്ങൾക്ക് ബർക്കത്ത് കിട്ടണ ഐക്യ വേനായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുടോ നിങ്ങളെ കുടുംബത്തെ നിങ്ങളെ തേടി
കൂട്ടിപ്പിടിക്കറോ, ആ കുടുംബത്തിന് വേണായിട്ട് നിങ്ങൾ സഹക്കാരാക്കറോ, കുടുംബബന്ധ ചേർക്കറോ. അങ്ങനെ കുടുംബബന്ധ ചേർത്തിട്ട് കണ്ടെങ്കിൽ നിങ്ങളെ സമ്പത്തിൽ നിങ്ങൾക്ക് അല്ലാഹു തആല ബർക്കത്ത് ചെയ്യടാ, നിങ്ങളെ ബിസിനസ്സിൽ അല്ലാഹു തആല ബർക്കത്ത് ചെയ്യടാ, നിങ്ങളെ ആയുസ്സിൽ അല്ലാഹു തആല ബർക്കത്ത് ചെയ്യരാണ്ട് ഈ ഹദീസിൽ നിങ്ങൾക്ക് പഠിപ്പാട്ടി തണ്ട്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഈ ഹദീസ് ഉൾക്കൊണ്ടിട്ട് ജീവിക്കുവാനെനിക്കത്തെ തൗഫീഖ് അല്ലാഹു തആല തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സന്ദർഭത്തിൽ രണ്ട് പലക്ക പറയുള്ളനിക്കത്തെ ഒരു ചാൻസ് ആക്കി തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഖൈറും ബർക്കത്തും റാഹത്തും അല്ലാഹു തആല സന്തോഷം അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. ഞങ്ങൾ എത്രമാ കുടുംബത്തിൽ ഇരിയ വ്യക്തികളുള്ളവരോ, വയസ്സായുള്ളവരോ, എത്രമാ ആൾമാരെ അതായത് രോഗത്തിൽ കഷ്ടപ്പെട്ടുകൊണ്ടുള്ള ആൾമാരുള്ളവരോ, ഹോസ്പിറ്റലിലുള്ളവരോ, ഔത്തിൽ കിടന്നിട്ട് ബേജാറിലും പ്രയാസത്തിലുള്ള ആൾമാരുള്ളവരോ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഞങ്ങളെ കുടുംബത്തെക്കും ലോക മുഅ്മിൻ മുഅ്മിനാത്തുകൾക്കും ബണ്ടനിക്കത്തെ എല്ലാവിധ ബലാഹ് മുസീബാത്ത്, മാരകമായ രോഗങ്ങൾ, പെട്ടെന്നുള്ള മരണങ്ങൾ, അപകട മരണങ്ങളെ തൊട്ടെല്ലാം അല്ലാഹു തആല കാത്തു സലാമത്താക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ നിന്റെ സ്വാലിയായ സജ്ജനങ്ങളെ കൂട്ടത്തിൽ അല്ലാഹുവേ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. നമ്മുടെ മക്കൾക്കും നമ്മുടെ സന്താനത്തിന് നിന്റെ ദീനിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യുന്ന നല്ല സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ കുടുംബത്തിന് നീ തന്ന് അനുഗ്രഹിക്കണം അല്ലാ. നാളെ സുഖലോക സ്വർഗത്തിൽ ഹബീബിന്റെ കൂടെ നമ്മയും നമ്മുടെ കുടുംബത്തിനെ നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണം അല്ലാ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ അഫ്വ ഈ ഒരു സംരംഭത്തിലേക്ക് എല്ലാവിധത്തിലുള്ള ആശംസ ചെന്നിട്ടു നന്റെ ജണ്ട ഫലക്കത്തെ നാം നിപ്പാട്ടിയിട്ടുള്ള പ്രത്യേകിച്ചിട്ട് നിങ്ങൾ നാം വസിയത്താക്കിയിട്ടുള്ള നക്കുബേനായിട്ടും നിന്റെ ഉമ്മ ബാപ്പകും നിന്റെ മക്കൾക്കും കുടുംബത്തിങ്ങൾക്ക് സദാ സമയത്തും 5 നേരം നിസ്കരിച്ചിട്ട് ലോക മൂമിൻ മൂമിനാത്തുകൾക്ക് നിങ്ങൾ ദ്വാരക്കൊണ്ട് ചൊല്ലുള്ള വസിയത്തോട് ഇൻഷാ അല്ലാഹ് നാം നിപ്പാട്ടിയിട്ടുള്ള വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഭിനന്ദനಗಳು.